ആ കൊലപാതകത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദളിത് വിമോചനത്തെ തകർക്കാമെന്നാണോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്? അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഉപായമാണ്. ആ സംഭവത്തെ വളരെ പെട്ടെന്ന് പോലീസ് എത്ര വേഗമാണ് അന്വേഷിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ പോലീസിന് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. ക്രൈംബ്രാഞ്ചിന് വിടുന്നു, ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ ഏജൻസിക്ക് വിടുന്നു, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുന്നു, പിന്നീട് CBIക്ക് വിടുന്നു. അഭയ കേസ് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒട്ടേറെ കേസുകൾ കിളിരൂരിലെ ലൈംഗിക പീഡനം അന്വേഷിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് കേസുകളിൽ പോലീസ് പരാജയപ്പെടുകയാണ്. പക്ഷേ വർക്കലയിൽ സംഭവമുണ്ടായി. അല്പമണിക്കൂറുകൾക്കകം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, ഇത് ഒരു സംഘടന പ്രശസ്തി നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കേരളമല്ലേ? ലോ ആൻഡ് ഓർഡർ വ്യവസ്ഥ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സംഘടന പ്രശസ്തി നേടാൻ വേണ്ടി വഴിയിലൂടെ പോകുന്ന ഒരാളെ കൊല്ലുക, അങ്ങനെ ചെയ്യുന്ന സംഘടന സ്വാഭാവികമായി ചെയ്യേണ്ടത് അത് കൊന്നത് ഞങ്ങളാണെന്ന് പറയലാണ്. എന്നാലല്ലേ ആ സംഘടനക്ക് പ്രശസ്തി നേടാൻ കഴിയൂ. പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ അഭിമുഖീകരിക്കാൻ ആ സംഘടനക്ക് ധൈര്യമുണ്ടാകണം. അതിനുവേണ്ടി ജയിലിൽ പോകുന്നവരെ ഇറക്കാൻ ആ സംഘടനയ്ക്ക് സംവിധാനം ഉണ്ടാകണം. ഇതൊന്നും വർക്കല സംഭവത്തിലില്ലല്ലോ. അപ്പോൾ ഒരു സംഘടന പ്രശസ്തി നേടാൻ വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ വെട്ടിക്കൊന്നു എന്ന പച്ചക്കള്ളം കേരളത്തിന് മുമ്പാകെ വിളമ്പിയാൽ അത് അംഗീകരിക്കാൻ കേരളത്തിന് കഴിയില്ല. പോൾ മുത്തൂറ്റ് വധവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് പറഞ്ഞു, എസ് ആകൃതിയിലുള്ള ഒരു ആയുധം കൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നതെന്ന്. കൊല്ലുന്നവൻ പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടാണോ പോയത്? അതേപോലെയാണോ വർക്കലയിലെ സംഭവ വികാസത്തെക്കുറിച്ചും പോലീസിന്റെ വിശദീകരണം? ഇത് അംഗീകരിക്കാൻ മാത്രം മണ്ടന്മാരാണ് കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം ഈ കളവുകൾ പറഞ്ഞുകൊണ്ട് നിരപരാധികളെ പിടിച്ചുകൊണ്ട് പോവുക. ഞങ്ങൾ പോയ കുടിലുകളിലൊന്നും പുരുഷന്മാരില്ല. പോലീസിനെ പേടിച്ചിട്ട് ചില ആളുകൾ നാടുവിട്ടിരിക്കുന്നു. കുറെ ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആരെവിടെയാണ്, ഏത് ജയിലിലാണ്, എവിടെയാണ് അടക്കപ്പെട്ടിരിക്കുന്നതെന്ന് കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല. അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയ സ്ത്രീകളോട് വളരെ മോശമായ അശ്ലീല ചുവയോടുകൂടി വർത്തമാനങ്ങളാണ് പോലീസ് പറഞ്ഞത് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഇതൊക്കെയാണോ ജനാധിപത്യം? പോലീസിന് താങ്കൾ നിർദ്ദേശം നൽകണം. അഥവാ ഇത് താങ്കൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണെങ്കിൽ, കേരളത്തിലെ ഗവൺമെന്റിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ ജനാധിപത്യ കേരളം അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് നമ്മൾക്ക് അവരോട് പറയാം.